Now we are going to discuss W.H. Auden's poem in memory of W.B Yeats. W.H. Auden was born in 1907, died in 1973. He was born in York, England. He was a poet, he was a modern poet, and who was influenced by the poetry of T.S. Eliot. T.S. എലിയറ്റിൻ്റെ കവിതയാൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഇദ്ദേഹത്തിൻ്റെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കവിതയിൽ പോലും ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. T.S. എലിയറ്റിൻ്റെ ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. നമ്മൾ കവിത എഴുതുന്ന സമയത്ത് കവിയുടെ പേഴ്സണലായിട്ടുള്ള ഇമോഷൻസ് കവിതയിൽ വരാൻ പാടില്ല എന്നുള്ള ഒരു ആശയമാണ് ഡീപേഴ്സണലൈസേഷൻ. സോ ഏകദേശം അതുപോലെ ഉള്ള ചില ആശയങ്ങൾ ഈവൻ ഇൻ ദിസ് പോം ഇൻ മെമ്മറി ഓഫ് W.B Yeatsനകത്ത് ഓഡൻ പറയുന്നുണ്ട്. Auden's first collection of poetry entitled Poems, which was published, and it inaugurated the movement of English verse known as the Auden generation. Auden generation എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ഇംഗ്ലണ്ടിൽ ഉണ്ടാവാൻ കാരണമായ കവിതയാണ്. ഒരു കളക്ഷനാണ് പോംസ്. ഓഡൻ ഗ്രൂപ്പ് ഓർ ഓഡൻ ജനറേഷൻ എന്നത് എന്താ നോക്കാം ഇവിടെ. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ബ്രിട്ടീഷ് ആൻഡ് ഐറിഷ് റൈറ്റേഴ്സ് ആക്റ്റീവ് ഇൻ ദി 1930s. That included W.H. Auden, Louis MacNeice, Cecil de Lewis, Stephen Spender, Christopher Isherwood, and sometimes Edward Upward and Rex Warner. They were sometimes called simply the 30s poets. 30s poets എന്നുള്ള പേരിലും ഇവർ അറിയപ്പെടുന്നുണ്ട്. കുറച്ച് ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സാണ്. ദെൻ ഈ റൈറ്റേഴ്സൊക്കെ W.H. ഓഡനാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. റൈറ്റ്. എനിവേ he married Erich Mann, daughter of the famous German novelist Thomas Mann, in 1937. He left England and moved to America 1939, and in 1956 he came back to England. 1958 he moved to Austria, where in 1973 he died of heart attack. So Auden's poetry was about politics, about morals, about love, religion. These were the major themes in his poetry. In memory of W.B Yeats is an elegy. As its title indicates, it's an elegy. ഒരു എലിജിയാണ്. എലിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച ആളുകളെ അതിൽ വിലപിച്ചുകൊണ്ട് എഴുതുന്ന കവിതകളാണ്. വിലാപകാവ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇറ്റ്സ് എൻ എലിജി ആൻഡ് ഇറ്റ് ഈസ് written over the death of W.B Yeats. W.B Yeats is a very famous poet. He was born in Ireland. ഒരു ഐറിഷ് പോയറ്റാണ്. ഹി ഈസ് റൈറ്റിംഗ് പോംസ് ഇൻ ഇംഗ്ലീഷ്. അദ്ദേഹം വളരെ 20th century ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റൈറ്ററാണ്. അദ്ദേഹമാണ് അബി തിയേറ്റർ, ഐറിഷിലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള തിയേറ്ററായ നാഷണൽ തിയേറ്ററായ അബി തിയേറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വിലപിച്ചുകൊണ്ട് എഴുതുന്ന ഒരു കവിതയാണ് W.H. ഓഡൻ എഴുതുന്ന കവിതയാണ് ഇൻ മെമ്മറി ഓഫ് W.B Yeats. സോ ഇറ്റ്സ് എൻ എലിജി. അപ്പം അതേസമയം തന്നെ ഇതൊരു സാധാരണ എലിജിയിൽ നിന്നും ഡിഫറൻ്റ് ആണ്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കൺവെൻഷണൽ എലിജി. സാധാരണ എലിജിയിൽ ഓൾ ദി നേച്ചർ ഈസ് പ്രസൻറ്റഡ് ആസ് മോർണിംഗ് ദ ഡെത്ത്. മരിച്ച ആളെ വിലപിക്കാൻ വേണ്ടിയിട്ട് നേച്ചർ മൊത്തം വരും. റിവർ, ഫ്ലവേഴ്സ്, എവറിത്തിങ് വിൽ കം ടു മോൺ. ആ മരിച്ച ആ വ്യക്തിയിൽ ഭയങ്കര സങ്കടം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്തരം നേച്ചർ മൊത്തം വരുന്നതായിട്ട് നമ്മൾ ഒരു പരമ്പരാഗത എലിജിയിൽ കാണുന്നുണ്ട്. അപ്പം അത്തരം പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഫോളോ ചെയ്തിട്ടില്ല. മറിച്ച് പ്രകൃതിയെല്ലാം അതിൻ്റെ സാധാരണ രൂപത്തിൽ ഇതിലൊന്നും ഈ പോയറ്റിൻ്റെ ഡെത്തിലൊന്നും അഫക്റ്റഡ് ആവാതെ ഇറ്റ് ഈസ് ഗോയിങ് ഓൺ ആസ് യൂഷ്വൽ. അങ്ങനെയാണ് നമ്മൾ ഈ കവിതയിൽ ഓഡൻ പറയുന്നതായിട്ട് കാണുന്നത്.
Okay. So let's move to the poem. പോം 3 പാർട്ടായിട്ടാണ് ഇതുള്ളത്. സോ ഫസ്റ്റ് പാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. He disappeared in the dead of winter. The brooks were frozen, the airports almost deserted, and snow disfigured the public statues. The mercury sang in the mouth of the dying day. What instruments we have agree. The day of his death was a dark, cold day. First of all, he says he disappeared, meaning, he died in the dead of winter. So, വിൻ്റർ സീസണിൻ്റെ പീക്ക് സമയത്ത് ഭയങ്കര കൊടും തണുപ്പുള്ള സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. ദ ബ്രൂക്സ് വെർ ഫ്രോസൺ. ബ്രൂക്സ്, ചെറിയ പുഴകൾ, അരുവികൾ, ഇവയെല്ലാം തണുത്ത് ഫ്രീസായി നിൽക്കുന്ന സമയം, ഫ്രോസണായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. ദി എയർപോർട്ട്സ് ആൾമോസ്റ്റ് ഡിസേർട്ട്. മൊത്തം പ്ലെയിൻസ് ഒന്നും സർവീസ് നടത്താൻ പറ്റാത്ത മാത്രം തണുപ്പുള്ളത് കൊണ്ട് ഇവയെല്ലാം ലാൻഡ് ചെയ്ത് എയർപോർട്ടെല്ലാം കാലിയാണ്. ആൻഡ് സ്നോ ഡിസ്ഫിഗേർഡ് ദ പബ്ലിക് സ്റ്റാറ്റ്യൂസ്. ഇപ്പം ഒരുപാട് സ്റ്റാറ്റ്യൂസൊക്കെ, പബ്ലിക് സ്റ്റാറ്റ്യൂസ്, പ്രതിമകളാണ് സ്റ്റാറ്റ്യൂസ്, അവയെല്ലാം മഞ്ഞ് വീണിട്ട് ഡിസ്ഫിഗേർഡ് ആയിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് അതൊക്കെ വെളുത്ത് കിടക്കുകയാണ്. ദ മേർക്കുറി സാങ് ഇൻ ദ മൗത്ത് ഓഫ് ദി ഡൈയിങ് ഡേ. നമ്മുടെ ചൂട് അളക്കുന്ന സാധനം ഉണ്ടല്ലോ, തെർമോമീറ്റർ, അതിനകത്തുണ്ടാവും മെർക്കുറി. ഈ മെർക്കുറി സിങ്ക് എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നാണ് അതിൻ്റെ യഥാർത്ഥ മീനിങ്. ഇവിടെ അദ്ദേഹം അതിൻ്റെ താഴ്ന്നു പോകുക എന്നുള്ള അർത്ഥം. മെർക്കുറി താന്നിട്ട് ഈ ഡേ വളരെ കോൾഡ് ആയതുകൊണ്ട്, ടെമ്പറേച്ചർ വളരെ കുറവായതുകൊണ്ട് മെർക്കുറിയൊക്കെ താന്ന് കിടക്കുകയാണ്. മെർക്കുറി സാങ് ഇൻ ദ മൗത്ത് ഓഫ് ദി ഡൈയിങ് ഡേ. വാട്ട് ഇൻസ്ട്രുമെൻറ്റ് വി ഹാവ് അഗ്രീ. ദ ഡേ ഓഫ് ഹിസ് ഡെത്ത് വാസ് ഡാർക്ക് കോൾഡ് ഡേ. So all the instrument recording weather conditions showed that it was a dark cold day. വെതർ കണ്ടീഷൻസ് കാണിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റും പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണം ഒരു ഡാർക്ക് കോൾഡ് ഡേയിലാണ് സംഭവിച്ചത്. അപ്പോൾ ആ ഡേ വളരെ 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 കോൾഡായിട്ടുള്ള ഒരു ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. Far from his illness, the wolves ran on through the evergreen forest. The peasant river was untempted by the fashionable quays. By morning tongues, the death of the poet was kept from his poems. നെക്സ്റ്റ് ലൈൻ നോക്കൂ. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഒരു കൺവെൻഷണൽ എലജിയിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണുന്നത്. നേച്ചറിൽ നിന്നുള്ള പല സംഗതികളും അതിൻ്റെ യൂഷ്വലായിട്ടുള്ള അതേ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫാർ ഫ്രം ഹീസ് ഇൽനെസ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൽ നിന്നൊക്കെ, അതിൻ്റെ ആ ഒരു വിലാപത്തിൽ നിന്നുമൊക്കെ ഒരുപാട് അകലെയാണ്. ദ വോൾവ്സ് റാൻ ഓൺ ത്രൂ ദ എവർഗ്രീൻ ഫോറസ്റ്റ്. ഈ വോൾവ്സൊക്കെ ഈ ഫോറസ്റ്റിലൂടെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അവരൊന്നും ഈ ഒരു പോയിറ്റിൻ്റെ ഡെത്തിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. സോ അവർ സാധാരണ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നു. ദ പെസൻ്റ് റിവർ വാസ് അൺടെംപ്റ്റഡ് ബൈ ദ ഫാഷനബിൾ ക്വൈസ്. ഇപ്പോൾ റിവർ ഒഴുകുന്നുണ്ട്, റിവറെല്ലാം അൺടെംപ്റ്റഡ് ബൈ ദി, ഇപ്പം പുഴയുടെ ഈ ക്വ എന്ന് പറഞ്ഞ ഈ ഹാർബറിൽ നമ്മൾ കാണുന്ന കപ്പലൊക്കെ അടുക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ആ ഒരു സംഗതിയാണ്. അപ്പം ഇതൊന്നും പുഴയെ ബാധിക്കുന്നില്ല, പുഴ അതുപോലെ ഒഴുകുകയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് പ്രകൃതി ഈ പോയറ്റിൻ്റെ ഡെത്ത് പോയറ്റ് മരിച്ചു എന്ന് കരുതി പ്രകൃതിയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ബൈ മോർണിംഗ് ടങ്സ് ദ ഡെത്ത് ഓഫ് ദി പോയറ്റ് വാസ് കെപ്റ്റ് ഫ്രം ഹിസ് പോം. അപ്പം ബട്ട് സ്റ്റിൽ മെനി പീപ്പിൾ ആർ മോർണിംഗ്, വിലപിക്കുന്നുണ്ട്. മെനി പീപ്പിൾ ആർ മോർണിംഗ് ദ ഡെത്ത് ഓഫ് ദ പോയറ്റ്. അപ്പോൾ അവരിലൂടെ ഹിസ് പോംസ്
വിൽ സർവൈവ്. അദ്ദേഹത്തിൻ്റെ കവിത അവരിലൂടെ നിലനിൽക്കും. ദ ഡെത്ത് ഓഫ് ദ പോയറ്റ് നെവർ അഫക്ട്സ് ഹിസ് പോംസ്. അദ്ദേഹത്തിൻ്റെ കവിതയെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മരണം ബാധിക്കുന്നേ ഇല്ല. അദ്ദേഹം മരിച്ചാലും മരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിത ഇവിടെ നിലനിൽക്കുന്നതാണ് പറയുന്നത്. ദ ഡെത്ത് ഓഫ് ദ പോയറ്റ് വാസ് കെപ്റ്റ് ഫ്രം ഹിസ് പോംസ്. അതിൻ്റെ കവിതയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മരണം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അത് ഈ ഒരു പോയട്രി ലവേഴ്സിലൂടെയാണ്. അവരാണ് ഈ മോർണിംഗ് ടങ് എന്നുള്ളതിനോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റീഡേഴ്സാണ്. ഓർ ഹിസ് അദ്ദേഹത്തിൻ്റെ പോയട്രി ഇഷ്ടപ്പെടുന്ന ആളുകൾ. But for him it was his last afternoon as himself, an afternoon of nurses and rumors. The provinces of his body revolted, the squares of his mind were empty. Silence invaded the suburbs, the current of his feeling failed, he became his admirers. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം മരിക്കുന്ന സ്റ്റാൻസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഉള്ള ചില സംഗതികളാണ് അവസാന മൊമെൻറ്റിലുള്ള. ഫോർ ഹിം ഇറ്റ് വാസ് ഹിസ് ലാസ്റ്റ് ആഫ്റ്റർനൂൺ ആസ് ഹിംസെൽഫ്. അദ്ദേഹം മരിക്കുന്ന ഒരു മൊമെൻ്റാണ്, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മണിക്കൂറായിരുന്നു അത് എന്ന് പറയുന്നു. ആൻ ആഫ്റ്റർനൂൺ ഓഫ് നേഴ്സേഴ്സ് ആൻഡ് റൂമേഴ്സ്. അപ്പോൾ ഈ നേഴ്സസൊക്കെ ഇയാളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. ദെൻ ദേ ആർ റൂമറിങ്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ദ പ്രൊവിൻസസ് ഓഫ് ഹിസ് ബോഡി റിവോൾട്ടഡ്. ദ പ്രൊവിൻസസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് എന്നൊക്കെ ഉള്ള അർത്ഥം. പക്ഷേ ഇവിടെ പ്രൊവിൻസസ് ഓഫ് ഹിസ് ബോഡിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയിലുള്ള പല ഏരിയകൾ, പല പാർട്സ് അത് റിവോൾട്ട് ചെയ്തു. ഈ കലഹിച്ചു എന്നൊക്കെ പറയാം. അദ്ദേഹത്തിൻ്റെ ബോഡി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കുന്നില്ല. പല ബോഡി പാർട്ടുകളും ഈക്വലായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതാണ്. സോ ദ പ്രൊവിൻസസ് ഓഫ് ഹിസ് ബോഡി റിവോൾട്ടഡ്, ദ സ്ക്വയേഴ്സ് ഓഫ് ഹിസ് മൈൻഡ് വേർ എംപ്റ്റി. അദ്ദേഹത്തിൻ്റെ മൈൻഡിനകത്തുള്ള പല ഏരിയകളും, ഇപ്പം ടൗണിലൊക്കെ ഉള്ള ഏരിയയാണ് ഓപ്പൺ സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ടൗൺ സ്ക്വയർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ മൈൻഡിനകത്തുള്ള ഏരിയകളിൽ നിന്നാണ് അതെല്ലാം എംപ്റ്റി ആകാൻ തുടങ്ങി മരിക്കുന്ന സമയത്ത്. സൈലൻസ് ഇൻവെയ്ഡഡ് ദ സബേബ്സ്. സബേബ് എന്ന് പറഞ്ഞാലും ടൗണിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന ഏരിയകളെയാണ് നമ്മൾ സബേബ് എന്ന് പറയുന്നത്. ടൗണിൻ്റെ ഭാഗമാണ് അതാണ്. അപ്പം ഇവിടെ ഒക്കെ ഒരു സിറ്റി, വെച്ചാൽ നേച്ചർ ഒരു അദ്ദേഹം ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള വേൾഡിനെയും, എന്നാൽ അതേസമയം തന്നെ ഈ മോഡേണിറ്റിയെയും അതുപോലെ നേച്ചർ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളെയും മിക്സ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഈ ഒരു കവിതയിൽ കാണാൻ പറ്റും. റൈറ്റ്. സോ സൈലൻസ് ഇൻവേഡഡ് ദ സബേബ്സ്, ദ കറൻറ്റ് ഓഫ് ഹിസ് ഫീലിംഗ് ഫെയിൽഡ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഫീൽ ചെയ്യാനുള്ള ആ ഒരു ക്വാളിറ്റിയൊക്കെ ഫെയിലായി. ദ കറൻറ്റ് ഓഫ് ഹിസ് ഫീലിംഗ് ഫെയിൽഡ്, ഹി ബിക്കെയിം ഹിസ് അഡ്മിറേഴ്സ്. ആൻഡ് ആഫ്റ്റർ eventually he died, then he became his admirer is a very famous line. അദ്ദേഹത്തിൻ്റെ അഡ്മിറേഴ്സായി മാറി. അപ്പോൾ അദ്ദേഹത്തെ അഡ്മയർ ചെയ്യുന്ന, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തെ പ്രശംസിക്കുന്ന ആളുകളിലൂടെ മാത്രമേ ഇനി ഇദ്ദേഹം ജീവിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡ്? ഹി ബിക്കെയിം ഹിസ് അഡ്മിറേഴ്സ്. ഓക്കെ. Now he is scattered among 100 cities and wholly given over to unfamiliar affections, to find his happiness in another kind of wood and be punished under a foreign code of conscience. The words of a dead man are modified in the guts of the living. ഇനി ഓടൻ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ യെയ്റ്റ്സിൻ്റെ കവിതകളെല്ലാം ഹിസ് പോയംസ് ആർ സ്കാറ്റേർഡ് ആൾ ഓവർ ദ വേൾഡ്. അതാണ്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ കവിതകൾ സ്പ്രെഡായി കിടക്കുകയാണ്. പല രാജ്യത്തിലെ ആളുകളും അദ്ദേഹത്തിൻ്റെ കവിത വായിക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ
all his poems are in the hands of people who don't know him, അതാണ്, ആൻഡ് wholly given to unfamiliar affections. അദ്ദേഹം അറിയുന്ന ആളുകളെ കയ്യിലല്ല ഇനി അദ്ദേഹത്തിൻ്റെ കവിതകൾ എത്താൻ പോകുന്നത്. ഒരുപാട് ആളുകളിലേക്ക് അദ്ദേഹം അറിയാത്ത, അദ്ദേഹത്തിന് ഫെമിലിയർ അല്ലാത്ത, അൺഫെമിലിയർ ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് ദിസ് പോംസ് വിൽ റീച്ച്. ആൻഡ് ടു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ അനദർ കൈൻഡ് ഓഫ് ഫുഡ്, മറ്റുള്ളൊരു ഫുഡിൽ, മറ്റുള്ളൊരു ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ ആളുകളെ ആനന്ദിപ്പിച്ചു കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആൻഡ് ബി പണിഷ്ഡ് അണ്ടർ എ ഫോറിൻ കോഡ് ഓഫ് കോൺഷ്യൻസ്. എന്നാൽ അതേസമയത്ത് തന്നെ ദേ മേ ക്രിറ്റിസൈസ് ഹിസ് പോംസ്. അദ്ദേഹത്തിൻ്റെ പോംസ് അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹം പണിഷ് ചെയ്യപ്പെടും എന്ന് പറയുന്നത്, ആൻഡ് ബി പണിഷ്ഡ്, അദ്ദേഹത്തിൻ്റെ കവിതകൾ പണിഷ് ചെയ്യപ്പെടും എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കവിതകൾ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. ഹി മേ ബി ക്രിട്ടിസൈസ്ഡ് ദീസ് unfamiliar people, and they may have under a foreign code of conscience, മീൻസ് അവർക്ക് ഒരു ഫോറിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇയാളുടേതല്ലാത്ത, അപ്പം അവരുടേതായിട്ടുള്ള ചില റൂൾസൊക്കെ ഉണ്ടാവും. കവിത ഇങ്ങനെ ആകണം അല്ലെങ്കിൽ ഇങ്ങനെ ആകരുത് എന്നുള്ള, അതാണ് ഇവിടെ ഫോറിൻ കോഡ് ഓഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ. ഒരു ഫോറിൻ ആയിട്ടുള്ള റൂൾസാണ് കവിത അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടേതായിട്ടുള്ള റൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ യെയ്റ്റ്സിൻ്റെ പോയംസ് എല്ലാം അവർ ക്രിട്ടിസൈസ് ചെയ്യും. ചില ആളുകൾ ഇതിനെ പ്രൈസ് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. സോ ദ വേർഡ്സ് ഓഫ് എ ഡെഡ് മാൻ ആർ മോഡിഫൈഡ് ഇൻ ദ ഗട്ട്സ് ഓഫ് ദി ലിവിങ്. അപ്പം ഈ മരിച്ച ആളുകളുടെ വേർഡ്സ്, മരിച്ച ആളുകളുടെ കവിതകളെല്ലാം ഇൻ ദ ഗട്ട്സ് എന്നുള്ള വേർഡ്സ് എന്നുള്ള അർത്ഥത്തിലെടുക്കാം. ഇൻ ദ വേർഡ്സ് ഓഫ് ദി ലിവിങ്, ഈ ജീവിക്കുന്ന ആളുകളുടെ വേർഡ്സിലൂടെ അവരാണ് ഇനി മരിച്ച ആളുകളുടെ കവിതയെ മോഡിഫൈ ചെയ്യുന്നത്. കാരണം അവരുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് ഇനി ഈ കവിയെ തന്നെ ആളുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സാധാരണ ഒരു കാര്യം, കുട്ടികളൊക്കെ പരീക്ഷകളൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഗ്രാമർ തെറ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആൾക്കാർ എഴുതും ഷേക്സ്പിയർ വാസ് റിട്ടൺ ബൈ മാക്ബത്ത്, അങ്ങനെയൊക്കെ എഴുതുന്ന കുട്ടികൾ കാണലുണ്ട്. മാക്ബത്ത് വാസ് റിട്ടൺ ബൈ ഷേക്സ്പിയർ എന്ന് എഴുതുന്നതിന് പകരം എന്നുവെച്ചാൽ അതേപോലെയാണ് എന്നാൽ കുട്ടികൾ തെറ്റായിട്ട് എഴുതുന്ന ഈ പദത്തിന് ഈ ഒരു വേർഡ്സിൻ്റെ ഒരു കറക്റ്റ് അർത്ഥമുണ്ട്. മാക്ബത്താണ് ഷേക്സ്പിയറിനെ എഴുതിയതെന്നാണ് പലപ്പോഴും തെറ്റിച്ച് എഴുതുക. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ ആ മാക്ബത്തിലൂടെ നമ്മൾ ഷേക്സ്പിയറിനെ വായിക്കണം, അങ്ങനെ നോക്കുമ്പോൾ അത് കറക്റ്റ്. അപ്പോൾ അതേപോലെ ഇദ്ദേഹത്തിലൂടെ ആയിരിക്കും, കവിതകളിലൂടെ ആയിരിക്കും ഇദ്ദേഹത്തെ ഇനി ആളുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ആൻസർ. But in the importance and noise of tomorrow, when the brokers are roaring like beasts on the floor of the floor of the boars, and the poor have the suffering to which they are fairly accustomed, and each in the cell of himself is almost convinced of his freedom, a few thousands will think of this day as one thinks of a day when one did something slightly unusual. അപ്പോൾ ഇദ്ദേഹത്തിനകത്ത് പറയുന്നത്, ഈ ലോകം, ഇദ്ദേഹം കവി മരിച്ചു എന്ന് വിചാരിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത് ഇവിടെ, അല്ലാതെ ഭയങ്കര ഓവറാക്കുന്നില്ല. ഒരു കവി മരിച്ചു എന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും സങ്കടം, എല്ലാവർക്കും ദുഃഖം, അങ്ങനെ ഒരു സംഗതി ഇവിടെ പറയുന്നില്ല. ഇവിടെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും യൂഷ്വലായിട്ട് തന്നെ പോകുന്നുള്ളതാണ് പറയുന്നത്. വേൾഡ് വിൽ കണ്ടിന്യൂ ഡിസ്പൈറ്റ് ദ ഡെത്ത് ഓഫ് ദ പോയറ്റ്. പോയറ്റിൻ്റെ മരണം കൊണ്ടൊന്നും ഈ വേൾഡിൻ്റെ ഓർഡറിലൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഓക്കെ, ബട്ട് ഇൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് നോയ്സ് ഓഫ് ടുമോറോ. ഇപ്പോൾ നാളെയും ഇതുപോലെയുള്ള ഈ നോയ്സ്, ആകെ ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊന്നും ഈ പോയറ്റിൻ്റെ ഡെത്ത് കൊണ്ട് ഇല്ലാതെയാകുന്നില്ല. വെൻ ദ ബ്രോക്കേഴ്സ് ആർ റോറിങ് ലൈക്ക് ബീസ്റ്റ് ഓൺ ദ ഫ്ലോർ. ഇത് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ മലയാളത്തിൽ പറയുന്ന ബ്രോക്കേഴ്സ്, ഇവിടെ ഈ ഓൺ ദ ഫ്ലോർ ഓഫ് ബോർസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. അപ്പം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ ബ്രോക്കേഴ്സ് ഈ ആളുകളുടെ ഇടനിലയിൽ നിൽക്കുന്ന ആളുകളാണ്, ഈ സാധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന. അപ്പം അവരൊക്കെ ഈ ആളുകൾക്ക് വേണ്ടി സാധനം വാങ്ങി അത് വിൽക്കുന്ന ഇത്തരം കച്ചവടം കാര്യങ്ങളൊക്കെ ദേ വിൽ ബി റോറിങ് ലൈക്ക് ബീസ്റ്റ് എന്നാണ് പറയുന്നത്. ബീസ്റ്റ് പോലെ വളരെ ആർത്തിയോട് കൂടിയിട്ട്, അതാണ് പണത്തിൻ്റെയൊക്കെ ആർത്തിയോട് കൂടിയിട്ടുള്ള ബിസിനസ് നടത്തുന്ന ആളുകൾ. അത് അവരുടേതായിട്ടുള്ള രൂപത്തിൽ അവർ പണം സമ്പാദിച്ചു കൊണ്ടേയിരിക്കും. അതാണ്
അതേസമയം തന്നെ പാവപ്പെട്ട ആളുകളോ, ദ പുവർ ഹാവ് ദ സഫറിങ് ടു വിച്ച് ദേ ആർ ഫെയർലി അക്കസ്റ്റംഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിറ്റുവേഷനുമായിട്ട് ഇണങ്ങി ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പുവർ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ സഫറിങ്സ് എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ കവിത എഴുതിയത് കൊണ്ടോ ഇയാൾ മികച്ച കവിത എഴുതിയെന്ന് വിചാരിച്ചിട്ട് ഈ പാവപ്പെട്ട ആളുകളുടെ സഫറിങ്സ് ഒന്നും മാറാൻ പോകുന്നില്ല. അതുപോലെ ഒരുപാട് പണത്തോണ്ട് ആർത്തിയുള്ള ആളുകളുടെ ആർത്തി മാറാൻ പോകുന്നില്ല. ദ പുവർ ഹാവ് ദ സഫറിങ്സ് ടു വിച്ച് ദേ ആർ ഫെയർലി അക്കസ്റ്റംഡ്. അവർ ശീലിച്ച സഫറിങ്സ് അതിപ്പോഴും അവർക്കുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഈച്ച് ഇൻ ദ സെൽ ഓഫ് ഹിംസെൽഫ് ഈസ് ആൾമോസ്റ്റ് കൺവിൻസ്ഡ് ഓഫ് ഹിസ് ഫ്രീഡം ആൻഡ് എ ഫ്യൂ തൗസൻഡ് വിൽ തിങ്ക് ഓഫ് ദിസ് ഡേ. ഇനി ഈച്ച് ഇൻ ദ സെൽ ഓഫ് ഹിംസെൽഫ്, ഓരോ ആളുകളും ഈച്ച് ഇൻ ദ സെൽ ഓഫ് ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ ഈ ഓരോ വ്യക്തികളും അവരുടെ സെല്ലിലാണ് നിൽക്കുന്നത്. വിച്ച് മീൻ ഭയങ്കര സെൽഫിഷ്നെസ് ആണ്. മാൻ ഈസ് എ പ്രിസണർ എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വരുന്നത്. മാൻ ഈസ് എ പ്രിസണർ. ഈ കവിയുടെ ഇതൊരു എലിജി ആണെങ്കിൽ പോലും കുറച്ച് നമ്മുടെ ഓഡൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ കവിതയെ യൂസ് ചെയ്യാണ്. മാൻ ഈസ് എ പ്രിസണർ ഓഫ് ഹിസ് ഓൺ സെൽഫിഷ്നെസ് ആൻഡ് ഈഗോ ബട്ട് ഹീ തിങ്സ് ഹീ ഈസ് ഫ്രീ. അദ്ദേഹം ചിന്തിക്കുന്നത് ഹീസ് കൺവിൻസ്ഡ് ഓഫ് ഹിസ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ഫ്രീ ആണ് എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മോശം ചിന്തകളാൽ സെൽഫിഷ്നെസ് കൊണ്ടൊക്കെ അദ്ദേഹം തന്നെ സ്വയം പ്രിസണറായി മാറിയിട്ടുണ്ട്. എ ഫ്യൂ തൗസൻഡ് വിൽ തിങ്ക് ഓഫ് ദിസ് ഡേ. എന്നാൽ ഒരുപാട് ആളുകളൊന്നും ഇപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പറയുന്നു എ ഫ്യൂ തൗസൻഡ്, കുറച്ച് ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. എ ഫ്യൂ തൗസൻഡ് വിൽ തിങ്ക് ഓഫ് ദിസ്. ഈ കവി മരിച്ച ദിവസം വളരെ കുറച്ച് ആളുകളൊക്കെ ഒരു പക്ഷേ ഈ ഒരു ദിവസം ഓർത്ത് വെച്ചേക്കാം. ആസ് വൺ തിങ്സ് ഓഫ് എ ഡേ വെൻ വൺ ഡിഡ് സംതിങ് സ്ലൈറ്റ്ലി അൺയൂഷ്വൽ. ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവില്ല, നമ്മൾ ചില ആളുകൾ എന്തെങ്കിലും ഒരു കുറച്ച് അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത ഒരു ദിവസം ഓർക്കുന്ന പോലെ കുറച്ച് ആൾക്കാരൊക്കെ ഈ കവിയുടെ ഡെത്ത് ഓർത്തേക്കാം. മറ്റുള്ള ആളുകളൊക്കെ അവരുടെ യൂഷ്വൽ ലൈഫുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഇദ്ദേഹം പറയുന്നത്.